അലർജി കാരണം നിങ്ങളുടെ ലോകം ചെറുതായി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അലർജി കാരണം പല സ്ഥലങ്ങളിലും നിങ്ങൾ പോവാതിരിക്കുന്നുണ്ടോ? അലർജി കാരണം പല പെർഫ്യൂംസ് ഉപയോഗിക്കുന്ന ആൾക്കാരെ തന്നെ നിങ്ങൾ ഒഴിവാക്കുന്നുണ്ടാവാം. അലർജി കാരണം AC ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോവാതിരിക്കുന്നുണ്ടാവാം. അലർജി കാരണം ഒരു യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇത് കൂടുമോ എന്ന ടെൻഷൻ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? യാത്രയ്ക്ക് മുന്നേ ടിഷ്യൂ പേപ്പേഴ്സ്, നേസൽ സ്പ്രേ, ആൻറ്റി ഹിസ്റ്റമിൻ ടാബ്ലറ്റ്സ് നമ്മുടെ ബാഗിലുണ്ടെന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ടോ? ഇങ്ങനെ അലർജി നിങ്ങളുടെ ശരീരത്തിനെ മാത്രമല്ല നിങ്ങളുടെ ചിന്തയെ പോലും കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ദിവസം ചെയ്യേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അവ എന്തെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം, ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ വീണ്ടും നമ്മുടെ സിംറ്റംസ് കൂടുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ തലയിൽ നിന്ന് ഒഴിവാക്കുക. ഇന്നും ഇനിയൊരു മോശം ദിവസം ആയിരിക്കുമോ? ഇങ്ങനെ നിങ്ങൾ ഓരോ ചെറിയ കാര്യങ്ങളിലും ഓരോ മാറ്റങ്ങളും നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ കംപ്ലീറ്റ് ആയിട്ട് അലർജിയിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ആ സമയത്ത് ഒരു തുമ്മലോ അല്ലെങ്കിൽ ചൊറിച്ചിലോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് ഔട്ടാവും. നിങ്ങളുടെ സിംറ്റംസ് അവഗണിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഡോക്ടർ തന്ന മരുന്നുകളും ഡോക്ടർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതിനൊപ്പം തന്നെ അലർജിയിൽ നിന്ന് ശ്രദ്ധ മാറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, അലർജിയോടുള്ള ഭയം കാരണം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കരുത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ലോകം ചെറുതാവാൻ തുടങ്ങും. പലപ്പോഴും നമ്മൾ ആദ്യം ഒഴിവാക്കുക, പല സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ നമ്മൾ ഒഴിവാക്കും, പൊടി അടിക്കുമെന്നുള്ള ഭയത്താൽ. പിന്നെ നമ്മൾ ഫ്രണ്ട്സ്, ഫാമിലി, അതുപോലെ തന്നെ ഫങ്ഷൻസ് നമ്മൾ ഒഴിവാക്കാൻ തുടങ്ങും. ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ അലർജിയെ അല്ല നിയന്ത്രിക്കുന്നത്, മറിച്ച് അലർജി നിങ്ങളെയാണ് നിയന്ത്രിക്കാൻ പോകുന്നത്. ആവശ്യമായ മുൻകരുതലുകൾ നമുക്ക് എടുക്കാം. ഒപ്പം തന്നെ ഡോക്ടർ പറഞ്ഞ മെഡിസിൻസ് കൃത്യമായി നമുക്ക് എടുക്കാം. അല്ലാതെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി പോകുന്നത് ഒരു സൊല്യൂഷൻ അല്ല. മൂന്നാമത്തെ കാര്യം, സഹായം ചോദിക്കാൻ മടിക്കാതിരിക്കുക. മൂക്കടപ്പ് കാരണം ഉറക്കം പോവുക, ഇത് കാരണം പലപ്പോഴും സ്ട്രെസ് കൂടുന്നു. ജോലിയിലോ പഠനത്തിലോ ശ്രദ്ധ കിട്ടുന്നില്ല, കംപ്ലീറ്റ്ലി ഫോക്കസ് പോയി കിടക്കുകയാണ്. എപ്പോഴും ടെൻഷനാണ്, ഉറക്കം ഇല്ല. ഇതെല്ലാം നിങ്ങൾ തുറന്ന് പറയണം. എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് മരുന്ന് മാത്രമല്ല ഞാൻ പേഷ്യൻസിന് കൊടുക്കുന്നത്, ഒപ്പം തന്നെ അലർജിക്ക് വേണ്ട കൗൺസിലിങ്ങും പലപ്പോഴും കൊടുക്കാറുണ്ട്. കാരണം എങ്ങനെയാണ് സ്ട്രെസ് നിങ്ങളെ ബാധിക്കുന്നത്, നിങ്ങളുടെ ഭയം നിങ്ങളെ എവിടെ എത്തിക്കും എന്നതിനെ പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി ഇത് എങ്ങനെ ഓവർകം ചെയ്യണമെന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആങ്സൈറ്റി അല്ലെങ്കിൽ അവോയ്ഡൻസ് ബിഹേവിയർ ഉള്ള ആൾക്കാർക്ക് നമ്മൾ പലപ്പോഴും തെറാപ്പിയോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ നിർദ്ദേശിക്കാറുണ്ട്. അലർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കാം, പക്ഷേ ഒരിക്കലും അലർജി ആയിരിക്കരുത് നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ബന്ധങ്ങൾ, ഇതെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളായിരിക്കണം, അലർജി ആയിരിക്കരുത്. അലർജി നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ബാധിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ആ വീഡിയോ കാണാൻ വേണ്ടി ഈ പേജ് ഒന്ന് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. അലർജി കാരണം ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ഫാമിലിക്കോ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.